എങ്ങനെയുണ്ട് പൊളിച്ചില്ല? എങ്ങനെയുണ്ട് ശിവ? എങ്ങനെയുണ്ട്? നിനക്ക് ഫാഷൻ സെൻസ് ഇല്ലണ്ടാ? ചേട്ടത്തി ഞാനൊരു സത്യം പറയട്ടെ, എനിക്കും അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതിന് നിനക്ക് ആ സെൻസ് ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? പിന്നെ എനിക്ക് സെൻസ് ഇല്ലെന്ന് പറയേണ്ടി വരും. കോലം തന്നെ കേട്ടോ. എങ്ങനെയുണ്ട് ഒത്തോണ്ട? എനിക്കറിയായിരുന്നു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണേണ്ടി വരും. എന്തതിനൊരു കുഴപ്പം? നിന്നെ കൊണ്ട് ഇത് ആര് ചെയ്യിച്ചേ? അയ്യോ, ആരും ചെയ്യിച്ചല്ല, ഞാൻ തന്നെ ചെയ്തതാ. ഞാനേ ആ സ്ത്രീ ശക്തി ഹെൽത്ത് ക്ലബിലേക്ക് ഒന്ന് കാലെടുത്ത് വെച്ച് ചുറ്റും നോക്കിയപ്പോ എന്റെ ദൈവമേ, ഞാൻ മാത്രം ബാബു കൊടുത്ത കാര്യ പോലെ ഞാൻ അപ്പൊ തന്നെ ഇറങ്ങി പുറത്തു പോയി ഒരു കടയിൽ പോയിട്ട് ഈ സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പൊ അതിനുള്ള പൈസ? ഞാൻ ഉത്തോണ്ടന്റെ കാർഡ് കൊണ്ടല്ലേ പോയത്. ആ ചുമ്മാ അല്ല മൊബൈലിൽ ചറപറാന്ന് മെസ്സേജ് വന്നേ. എനിക്ക് തല ഇറങ്ങുന്ന പോലെ കളിയാ. എന്നാലും ഫ്രീ ആയിട്ട് കിട്ടിയ കൂപ്പൺ മുതലാക്കാൻ വേണ്ടിട്ട് 10,000 രൂപ മുടക്കിയല്ലടി. ഈ 10,000 രൂപയൊന്നും ആയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഉത്തോണ്ടിന് വിഷമിക്കണ്ട. ഇനി അങ്ങോട്ട് എന്റെ ഗെറ്റപ്പ് ഇങ്ങനെ തന്നെ ആയിരിക്കും. അടിപൊളി. ഹലോ, ആ ടീന, ഐ ജസ്റ്റ് റീച്ച്ഡ് ഹോം. യാ കോൾ യു ബാക്ക്. ആ നാളെ കോൾ യു ബാക്ക്. ആരാ മക്കളെ അങ്ങോട്ട് പോയത്? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ദേവന്റെ ഭാര്യ ആശ. അവളെന്തോ കോലം കെട്ടിക്കൊണ്ട് പോന്നാണ്ടത്. എന്തായി ഇതിനൊക്കെ ഒരു പരിഹാരം? താങ്ക് യു ഗേൾസ് ഫോർ ആഡിങ് മീ ടു ദിസ് ഗ്രൂപ്പ്. എന്തിനടി ഇങ്ങനെ അല്പത്തരം കാണിക്കണം? മലയാളത്തിൽ പറഞ്ഞാ പോരെ? ഞാൻ മാത്രം മലയാളം പറഞ്ഞ എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുവിടുന്നവർ വിചാരിക്കല്ലേ? വിചാരിച്ച എന്ത് കുഴപ്പം? അപ്പൊ എന്നെ അവർ ഒറ്റപ്പെടുത്തൂലേ? ആരൊറ്റപ്പെടുത്താൻ? നീ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. എന്താ ചിരിക്കണേ? ഞാനൊരു ചെറിയ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ചെറുതെന്ന് പറഞ്ഞ? മാസം 2000 രൂപ. മാസം 2000? എന്നെ നിങ്ങൾ ജയിച്ച് കൊല്ലടി. ചേച്ചി ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് എടുക്കണം. എന്നിട്ട് ഇവൽ ടവറിന് മുമ്പിക്കുന്ന ഒരു ഫോട്ടോ, ചെങ്കടൽ ചാടിക്കിടക്കുന്ന ഒരു ഫോട്ടോ, ചൈന വൻമതിലിന്റെ കീഴിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ, അങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. ആ ബെസ്റ്റ്. ഇവിടെ 2000 രൂപ കൊടുത്തിട്ട് ഒരു മെമ്പർഷിപ്പ് എടുത്താൽ ഔത്തോണ്ട് ഇത്രയും വലിച്ചു കീറിട്ട് പോയത്. ഇനി ചൈനയിൽ പോകാൻ പൈസ വയ്ക്കാൻ പറ്റുമോ? എന്റെ ചേച്ചി ഫോട്ടോഷോപ്പ് എന്റെ അക്കൗണ്ട് ഇട്ടിട്ടില്ലേ? ഞാൻ നല്ല ചന്ദ്രന്റെ കീഴിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇത് ലോകലമ്പ് തന്നെ. ഇവിടെ ഞാൻ ഒരാൾക്ക് കോച്ചിങ് കൊടുത്തോണ്ടിരിക്കുന്നത് കണ്ടൂടെ? എന്തോടെ ഒരാൾക്ക് കോച്ചിങ് കൊടുത്തോണ്ടിരിക്കുന്ന കണ്ടൂടെ? ചേച്ചി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രഷനാ. ഇത് ഉണ്ണുമ്പോഴായാലും ഉറങ്ങുമ്പോഴായാലും നടക്കുമ്പോഴായാലും ഈ എക്സ്പ്രഷൻ കണ്ട് വിടരുത്. ഇത് ശരിയാവത്തില്ല കേട്ടോ. ഇത് ലോകലമ്പാ. ചിരിച്ചാൽ അവിടുത്തെ കോച്ചിങ് കൊടുക്കാൻ പറ്റത്തില്ല. അളിയാ, ചേച്ചി അവരുടെ തല വെച്ചാൽ എനിക്ക് അവരുടെ തലയിൽ കയറി നിറങ്ങാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡടി. 7 മണി കൂടുതൽ നമ്മൾ കഴിക്കരുത്. 7 മണി കഴിഞ്ഞാൽ പിന്നെ കഴിക്കരുതോ? 7 മണി കൂടുതൽ 7 മണികൾ കൂടുതൽ കഴിക്കരുത്. അത് കഴിക്കുമ്പോ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാവൂ. അല്ലാതെ അളിയും എന്താ ഈ ഇരിക്കുന്ന അളിയും തിന്നണക്കെ ഇങ്ങനെ വാരി അടിച്ച് തിന്നാണ്ടല്ലേ അവിടെ ഇരിക്കുന്നവരോട് എണ്ണിച്ചപ്പുറത്തോട്ട് മാറി കഴിക്കും. അതുകൊണ്ട് തിന്നുമ്പോ തന്നെ വായറിയരുത്, തുമ്പും അറിയരുത്. അങ്ങനെ കഴിക്കാം. എടാ, നിന്റെ അളിയൻ കാണിച്ചു തരാം എങ്ങനെ കഴിക്കണമെന്ന് കാണിച്ചെടുത്ത്. കൊച്ചിങ് കൊടുക്കുന്നുണ്ടല്ലോ. നീ കൂടെ ഞാൻ എന്തോ ചെയ്യണം? അതിന് നിങ്ങൾ പോയിട്ടേ ഉള്ളൂ. പറഞ്ഞു വിടാം. അല്ല, കാണിച്ചു 7 മണി എടാ, ഞാൻ കോച്ചിങ് ചെയ്യുന്നുണ്ട്. എടാ, ഫ്രീ കോച്ചിങ് അല്ലേടാ. ഇറങ്ങി പൊടി. ഈ വീട്ടിലല്ലേ ആണോ? ഞാൻ താഴെ വീണതെല്ലാം എടുത്ത് അതിൻ്റെ അകത്തുണ്ട്. ഓ, ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ മോളെ? എന്താ അങ്ങനെ പറഞ്ഞ? ഓർമ്മയില്ലാതെ പിന്നെ ഓർമ്മയുള്ള സ്ഥിതിക്ക് എന്നാ കുഞ്ഞാ പാത്രങ്ങളല്ലേ ഒന്ന് കൈ വെച്ചു. ചേച്ചി പാത്രം കഴുകാൻ വന്നതല്ല, വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്ത് കാര്യം? എനിക്ക് അമ്മയുടെ ഒരു ചെറിയ ഹെൽപ്പ് വേണം. എന്തെന്നാ? ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ പുതിയ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യുമ്പോഴേ
അവളുമാരൊക്കെ പറയാം അവരൊക്കെ വീട്ടില് ജോലിക്കാരികളുണ്ടെന്ന്. ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലും ജോലിക്കാരിയൊക്കെ ഉണ്ടെന്ന്. അമ്മ എന്തിനാ അമ്മ വെറുതെ തള്ളാൻ പോയെ? എടി പല്ലി, ബാക്കിയുള്ളവരുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ വീട്ടിൽ ഇല്ലെന്ന് പറയാൻ പറ്റും. ആ കുറച്ചിലല്ലേ. അതിന് ഞാൻ എന്തെയാണെന്ന് പറയാം. അല്ല ഞാനിത് ഇത് പറഞ്ഞ ഉടനെ അവളുമാരൊക്കെ ഈ ജോലിക്കാരികളുടെ കൂടെയുള്ള ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിട്ടു. അതിന് അല്ല അപ്പം ഞാനിങ്ങനെ അങ്ങോട്ട് പറ ചേച്ചി അങ്ങോട്ട്. ഞാൻ അമ്മയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ജോലിക്കാരിയാന്ന് പറഞ്ഞോട്ടെ. വൃത്തികെട്ടവളെ, നിനക്കെന്നെ ശരിക്കും സ്വഭാവം അറിയത്തില്ല കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അമ്മ എടുത്ത് ചോദിക്കണത് എടുത്തിട്ടോളാൻ. അനുഭവിച്ചു. പറഞ്ഞാണോ ഇവിടുന്ന് രണ്ടുപേരും കൂടെ? എന്താണ് ഇവിടെ ഒരു ആട്ടുന്നുപ്പൊക്കെ കേട്ടെ? അച്ഛമ്മ അമ്മേനെ ആട്ടിയതാ. എന്തിന്? ഇവക്ക് എന്നെ ഇവിടുത്തെ വേലക്കാരത്തി ആക്കണമെന്ന്. എങ്ങനെ? ഇവക്ക് വേലക്കാരത്തി ആക്കണമെന്ന് എന്നെ. എന്തോന്ന് ആഗ്രഹോടെ? അതെ ചേട്ടാ, ഞങ്ങൾ ജസ്റ്റ് ഒരു നാടൻ കളിക്കാൻ വേണ്ടി ചെയ്തതാ. നീ മിണ്ടരുത്, ഇടിച്ച് കേട്ടിത്തരും കേട്ടറാ. അച്ഛ സംഭവം എന്തെന്ന് വെച്ചാല് അമ്മയുടെ പുതിയ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ വേലക്കാരികളുണ്ട്. അപ്പൊ അച്ഛമ്മയുടെ ഫോട്ടോ വേലക്കാരിയായിട്ട് കാണിച്ചോട്ടെ ചോദിച്ചതാ. ഓ, അപ്പൊ അവിടെ വരെ എത്തിയ കാര്യങ്ങള്. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ ഫോട്ടോ എടുത്തിട്ട് ഇവിടുത്തെ ഡ്രൈവറാണെന്ന് പറഞ്ഞു. ആ അത് കൊള്ളാലോ. ഇടിച്ച് അടിച്ച് കടിയത് കേട്ടാ. എന്റെ ഫോൺ ഫോൺ മൂക്കിനെ ഇരുണ്ടായിരുന്നെങ്കിലേ എന്തെങ്കിലും അളവ് ഇങ്ങനെ മാറിയാൽ നാളെ രാവിലെ ചായ കൊണ്ടുപോകുമ്പോ ഫോൺ എന്തായിരുന്നു അവളുടെ പേര്? ചേട്ടാ വിളിക്കരുത്. കയ്യിന്ന് വിടാൻ. എന്താ അവളുടെ പേര്? ആരുടെ? നിന്റെ കൂട്ടുകാരിയുടെ പേര് പറ. ടീന. ടീന. ചേട്ടാ വിളിക്കരുത്. വിളിക്കരുത്. ചേട്ടാ വിളിക്കരുത്. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ നിന്ന് നീ മേടിച്ചേ. നിങ്ങൾ വിളിച്ചിട്ട് എന്താ പറയാൻ പോകുന്നത്? സുമേഷേ, എന്നാലും നീ എന്റെ അമ്മ ഇവിടുത്തെ വേലക്കാരി ആക്കിയല്ലടി. അത് എന്റെ ബുദ്ധിയല്ല, ഇവനാ പറഞ്ഞേ. കൊള്ളാടാ സുമേഷേ. ചേട്ടാ കൊള്ളാം. നല്ല മോൻ. എന്റെ കഞ്ഞൂട് വിടുന്ന പ്രശ്നം ഞാൻ വിളിക്കാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ വിളിച്ചിട്ട് എന്ത് പറയാൻ പോവാ? നീ കേട്ടോ ടീന? ചേട്ടാ വിളിക്കല്ലേ ഏട്ടാ. ചേട്ടാ എന്റെ അവസാനം പിടിവില്ല ഏട്ടാ, വിളിക്കല്ലേ. ഹലോ, ആ ടീന, ഞാൻ ആശയുടെ ഹസ്ബൻഡാണ്. അതെ, ഉത്തമൻ. ആശ എന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? കാർഡിയോളജിസ്റ്റാ? ന്യൂയോർക്കിലാ? ടീന, ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുതരാം. ടീനയ്ക്ക് പശുവിനെ അറിയാമോ? ആട്? ആ, അതിന്റെയൊക്കെ പ്രസവം എടുക്കുന്ന കമ്പൗണ്ടറാണ് ഞാൻ. അതെ. പിന്നെ ന്യൂയോർക്ക് എന്നൊക്കെ ഞാൻ ഈ സിനിമയിലൊക്കെ പാട്ടിലൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ വേലക്കാരികളൊന്നും ഇല്ല. ചിലപ്പോ ഇവിടെ കറണ്ട് പോലും കാണാറില്ല പല ദിവസങ്ങളിലും. ഇപ്പൊ ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഇവിടെ നാണമില്ലാതെ കള്ളവും പറയും, പിന്നെ കുറച്ച് മോഷണവും ഉണ്ട്. ശരി എന്നാ. മോഷണോ? ഇരിക്കട്ടെ. എന്നാ വെച്ചോ, നീ അങ്ങോട്ട് പോകില്ല. ചേട്ടാ നിങ്ങൾ ചെയ്ത കുറച്ച് കൂടിപ്പോയിട്ടോ. ശത്രുക്കടുത്ത് പോലും ഇങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അയ്യടാ കോടിപ്പോയി. മര്യാദയ്ക്ക് ഉള്ളതും കൊണ്ട് അടങ്ങി ഒതുങ്ങി ജീവിച്ചോ, അതാണ് നിനക്ക് നല്ലത്. ഡി, നീ നിന്റെ കരുനാക്കെടുത്ത് അങ്ങനെ നീ വളച്ച. നീ ഒറ്റ കാരണം നോക്ക് നോക്ക്. പറ്റിയേ പറ്റി. നീ ഇനി മാപ്പൊന്നും പറയണ്ട. അതിനല്ല, ആ ടീനെ ഒന്ന് വിളിച്ചിട്ട് എനിക്ക് മോഷ്ടിക്കുന്ന സ്വഭാവമില്ലെന്നൊന്ന് പറയൂ. എങ്ങനെ? ടീനെ വിളിച്ചിട്ടേ എനിക്ക് മോഷ്ടിക്കുന്ന സ്വഭാവമില്ലെന്നൊന്ന് പറയുമെന്ന്. പ്ലീസ് പറയൂ. എനിക്ക് മോഷ്ടിക്കുന്ന സ്വഭാവമില്ലെന്നൊന്ന് വിളിച്ച് പറയുമെന്ന്. ആരെ വിളിച്ചു? ടീനെ വിളിച്ചിട്ട്. അയ്യോ, പറയോ? ടീനെ വിളിച്ച് പറയോന്ന്. എന്തോന്ന്? ആ മോഷ്ടിക്കൂലെന്ന്. മഞ്ഞക്കുഞ്ഞിക്കാടുള്ള ചക്കിപ്പൂച്ചയ്ക്ക് ചക്കര തിന്നാനുള്ളിൽ മോഹമുദിച്ചൊല്ലും. എല്ലാരെക്കാളിലും 2 നാഴി ചോറ് ഞാൻ കൂടുതൽ ശരി തന്നെ എന്നും പറഞ്ഞ് കട്ടുന്നെന്ന് തന്നെ പറയില്ല കേട്ടാ.
ഇപ്പൊ ആരാ പറഞ്ഞു? എന്താ പ്രശ്നം? എന്താ? ചേട്ടത്തി കൊണ്ടുവച്ചിരുന്ന മൈസൂർ പാക്ക് ഞാൻ എടുത്ത് തിന്നു. മൈസൂർ പാക്കോ? ആര് കൊണ്ടുവച്ചു? ചേട്ടത്തി ഒളിപ്പിച്ച് കൊണ്ട് പിള്ളേരെ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന മൈസൂർ പാക്ക് ഞാൻ എടുത്ത് തിന്നാണ് നിന്റെ അനിയ സുമേഷ് പറയണത്. എന്റെ പൊന്നു ശിവേട്ട, ആ സുമേഷ് എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞെന്ന് പറഞ്ഞു നിങ്ങൾ ഈ വെകിളി പിടിച്ച് തുള്ളുന്ന എന്ത് ചാൻസ് ആയിരിക്കും പറഞ്ഞ മോട്ടിൽ മാത്രം പറയല്ലോ, അതിന് കിട്ടല്ലോ. അപ്പൊ അന്ന് തിയേറ്ററിൽ നിന്ന് ഹെൽമെറ്റ് മോട്ടിച്ചതോ? തിയേറ്ററിൽ നിന്ന് ഹെൽമെറ്റ് മോട്ടിച്ചതോന്ന്? അത് എന്റെ ഹെൽമെറ്റ് ഒരു എടുത്തോളൂ പോയിട്ടല്ലേ? അതുകൊണ്ടാ എന്റെ സാധനം ഒരു എടുത്താൽ നമ്മൾ ആരുടെയും സാധനം എടുക്കും. അതിപ്പോ ഹെൽമെറ്റ് ആയാലും ശരി, ചെരുപ്പ് ആയാലും അങ്ങനെ തന്നെ. അടിപൊളി, നല്ല ബെസ്റ്റ് ഫിലോസഫി, സൂപ്പർ. ഓഹോ, അപ്പൊ ഞാൻ കള്ളനാണെന്നാണ് നീ പറഞ്ഞോണ്ട് പറഞ്ഞത് അല്ലേ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. എനിക്ക് എന്റെ അവതാരിയൊന്നും വേണ്ട, ശരിക്കുള്ള കള്ളനെ പിടിച്ചെന്ന് വിശ്വസിക്കുമല്ലോ. ഡേ, ഈ നിമിഷത്തിന് വേണ്ടി ആയിരിക്കോട്ടെ ദൈവം എന്നെ പോലീസ് ആക്കിയത് എന്നും പറഞ്ഞ് നിങ്ങൾ ഇതിന്റെ പേര് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ പോവാണോ? തുടങ്ങും, ഇൻവെസ്റ്റിഗേഷൻ നടത്തും. എന്നിട്ട് എല്ലാവരും പിടിച്ച് ഞാൻ ജോയിൻ ചെയ്യും, നല്ല ഇടിയും കൂടി പിടിച്ച് കയറി കൊടുക്കും. എന്തേലും കാണിക്ക്, പക്ഷെ ഒരു കാര്യം പറയാനുള്ളൂ, ഓവറാക്കി നാറ്റിക്കരുത്. നാറ്റിക്കൂടി നാറ്റിക്കിഞ്ഞേ. നാത്തൂനെ ഇതെടുക്കാവോ? എടുക്കടി. അപ്പൊ ഇതോ? നിനക്ക് എന്താ വേണ്ടേ? അല്ല, ഇപ്പൊ ഇതില് ഏതാ പൂർത്തി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഓ അങ്ങനെ. എന്റെ പൊന്നു വെച്ചാ ഞാനിവിടെ ഒന്നും പൂഴ്ത്തി വെച്ചിട്ടില്ല. വിശ്വസിച്ചേ. നീ വിശ്വസിക്കണ്ടീ, ഞാനിവിടെ എല്ലാം പൂഴ്ത്തി വെച്ചിരിക്കുക. അപ്പൊ എന്തോ വേണം? എനിക്കൊന്നും വേണ്ട. പിന്നെ നമുക്കൊരു റേഷൻ കട തുടങ്ങിയാലോ? എന്തിനാ? അരിമണ്ണെണ്ണയൊക്കെ നിറയെ പൂഴ്ത്താലോ? ഞാനിവിടെ പൂഴ്ത്തി വെച്ചാലേ മൊത്തം വന്ന് തിന്ന് തീർക്കുന്ന നിന്റെ കെട്ടിയാണല്ലേ? പെണ്ണുമ്പിള ആരെടി നിന്റെ പെണ്ണുമ്പിള? മേടിക്കരുത് കേട്ടോ. ഓ, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞ കുറ്റം. പെണ്ണുമ്പിള്ള നിനക്ക് തന്നിന്റെ കേടാടി. വിളിക്കോ നീ പെണ്ണുമ്പിള്ള? ഞാൻ വിളിക്കും. എന്റെ ഭർത്താവിനെ തീറ്റപ്പണ്ടാരെന്ന് വിളിച്ചിട്ടില്ല. ഒരു കുഴപ്പമില്ല, ഞാൻ കാര്യമല്ലേ പറഞ്ഞത്. എന്തോന്നടേ ഇവളെന്നെ പെണ്ണുമ്പിള്ളെന്ന് വിളിച്ചോ? അത് ചേട്ടത്തി ശിവേട്ടനെ തീറ്റപ്പണ്ടാരെന്ന് വിളിച്ചിട്ടോ? കിറ്റിപ്പണ്ടായിരുന്നു ആ, രണ്ടു വെള്ളമല്ലേ? ചേട്ടാ, ശിവേട്ടന് ശരിക്കും വിഷമമായിട്ടുണ്ട്. വേറെ എന്താണെങ്കിലും പുള്ളിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കള്ളനെ വിളിച്ച് ശരിക്കും സങ്കടമായി. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്താ? വേറെ ആരും പറയില്ലേ? ഇല്ല. അവന് ചെറുതിലെ ചെറിയ മോഷണ സ്വഭാവം ഉണ്ടായിരുന്നു. വെറുതെ ചേട്ടത്തിന്റെ സൈഡ് പിടിച്ച് ഓരോന്ന് പറയല്ലേ. എടി ചുമ്മാ പറഞ്ഞല്ല, സത്യമായിട്ട്. ശരിക്കും? ആ, സ്കൂളിൽ അവൻ ചെറിയൊരു മോഷണം ഇങ്ങനെ നടത്തി. അത് സ്കൂളിൽ വലിയ പ്രശ്നമായി. അത് ഒതുക്കി തീർക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയാവും. പിന്നെ കുറെ നാൾ അവനെ കള്ളൻ ശിവ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവൻ കള്ളെന്ന് വിളിക്കുമ്പോ അവൻ ഇത്ര ദേഷ്യം. അപ്പൊ ഹെൽമെറ്റും ഇനി അതുകൊണ്ടായിരിക്കൂ? അല്ല, അതൊന്നുമില്ല. അപ്പോഴേ ഈ മൈസൂർ പാക്കും ശിവേട്ടനെ എടുത്തെന്നാണോ ചേട്ടൻ പറയണേ? അവനല്ല. അല്ല, അവനല്ലേ ചിത്തരോഗി. ഇതിന് ഇംഗ്ലീഷില് ക്ലെപ്റ്റോമാനിയ എന്ന് പറയും. ചേട്ടത്തി മലയാളത്തില് വിരുവിരിപ്പ്, മോഷ്ടിക്കാനുള്ള ഒരു ത്വര, അങ്ങനെയൊക്കെ പറയും. ഇതിന് മരുന്നൊന്നുമില്ല? മരുന്ന് അവൻ നേരത്തെ കഴിച്ചിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. ഇത്ര നാളില്ലായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ കൂടിയാണ്. ഇതിന് കുഴപ്പമാവോ? കുഴപ്പമൊന്നുമില്ല. ഇല്ല. എനിക്കതല്ല, എന്നിട്ട് അവന് പോലീസിൽ തന്നെ പണി കിട്ടിയല്ലോ എന്നാ. ഒന്ന് പോയേ ഏട്ടത്തി അവിടെ നിന്ന്. എന്ത് ചിരിക്കുന്നേ? എന്ത് ചിരിക്കുന്നേ? നിങ്ങൾ ആരും പറയണ്ട, പോട്ടോ കേട്ടോ. അവന് ഞാൻ പറയൂല. നിങ്ങളിത് എന്തോ ഈ കാണിക്കുന്നേ? ഇങ്ങോട്ട് വരാൻ. ഈശ്വരാ, ഇതിനി ആരെങ്കിലും കണ്ടിട്ട് വേണോ? അല്ല തന്നെ കള്ളന്നാ വിളിക്കുന്നത്. ഇതൊക്കെ ആ സുമേഷിന്റെ വേലയല്ലേ? നമ്മളെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടാ അവൻ നമ്മളെ റൂം കിട്ടൂലേ? ആ, ബെസ്റ്റ്. എന്നിട്ട് അവന്റെ റൂമിൽ കയറി പരതിയിട്ട് അവന്റെ എന്തെങ്കിലും സാധനം മോഷണം പോയെന്നും പറഞ്ഞിട്ട് എല്ലാരോടും പറഞ്ഞോണ്ട് നടക്കാൻ അല്ലേ? എടി സത്യം ഒരാളെ പൊത്തി വയ്ക്കാൻ പറ്റില്ല. നീ ഇപ്പൊ കണ്ടോ? കാണിച്ചു. ഇപ്പൊ ആരാ വിളിക്കുന്നേ? അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഹലോ സാർ, ശിവനാണ് സാർ. സാർ, കോൺസ്റ്റബിൾ ശിവൻ സാർ. നമുക്ക് ഈ ഫോറൻസിക് ടീമിൽ നിന്ന് കുറച്ച് ആൾക്കാരെ അത്യാവശ്യമായിട്ട് വിട്ടുകിട്ടാൻ പറ്റുമോ? അയ്യോ, കൊലപാതകമൊന്നുമല്ല സാർ, ഇതൊരു മൈസൂർ പാക്ക് മോഷണം പോയ കേസാണ് സാർ. എൻ്റെ വീട്ടിൽ. ഹലോ സാർ, ഹലോ സാർ, സാർ സാർ സോറി സാർ, സാർ ഹലോ. അയ്യോ സാർ, ക്ഷമിക്കണം സാർ. ഹലോ ഹലോ വെച്ച് എന്ത് പറഞ്ഞു? സസ്പെൻഷൻ നീട്ടിന്ന്. എത്ര നാളത്തേക്ക്? അത് പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കൊലപാതകമാണെന്ന് പറഞ്ഞാൽ പോലും ആരെയും വിടത്തില്ല. അപ്പൊ ഉടനെ മൈസൂർ പാക്കിന്റെ കേസ്. ഒരു ഐഡിയ ഒന്ന് തലേ കയറിയിട്ട് ഞാൻ ഇനിയിപ്പോ എങ്ങനെ സത്യം തെളിയിക്കും? എനിക്കറിയത്തില്ല.
നമുക്കൊരു ട്രാപ്പ് സെറ്റ് ചെയ്താലോ? എന്ത് ട്രാപ്പ്? നമുക്ക് ഒന്നും കൂടെ മൈസൂർ പാക്ക് വാങ്ങിച്ചു വെച്ചിട്ട് എല്ലാരെയും വാച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ഒളി ക്യാമറ കൂടെ നോക്കിയാലേ? എന്റെ പൊന്ന് ശിവേട്ടാ, ഇത് നിങ്ങൾ തെളിയിക്കാനൊന്നും നിക്കണ്ട, വിട്ടേക്ക്. നീ വാടി, ഞാൻ തെളിയിക്കും. ഞാൻ പോയി അങ്ങോട്ട് തെളിയിക്ക്. പോ, ഓടിച്ചേക്ക്. ഐഡിയ കിട്ടി കിട്ടി. നമുക്ക് ഹിപ്നോട്ടൈസ് ചെയ്താലോ? ഒന്ന് പോടേ, പോ പോ. എടി സത്യോടി, എടി ഞാൻ എത്ര പേരെ ഹിപ്നോട്ടൈസ് ചെയ്ത് സത്യങ്ങൾ ചൂന്നെടുത്തിരിക്കണ്. ആ ഇപ്പൊ ആരെയാ ചൂടിനെടുക്കാൻ പോന്നേ? നമ്മളെ തുരുമ്പ് സുമേഷിനെ. സുമേഷിനെ? ആ. പിന്നെ അവനാണെന്ന് വല്ല ഉറപ്പുണ്ടോ? ആ എനിക്ക് ഉറപ്പുണ്ട്. ആ. അവനെ കൊണ്ടേ ഞാൻ നല്ല മണി പോലെ സത്യം പറയിപ്പിക്കും കേട്ടാ. മണി പോലെ അവൻ പറഞ്ഞാ കൊള്ളാം. ആ മണി പോലെ തന്നെ അവൻ പണയും. ആ കാണാം. ഓ കാണാൻ തോന്നുന്നു. ശരി, ഓടിച്ചെല്ലി. ഓ തലയിലാവരുത് കേട്ടോ ലാസ്റ്റ്. എന്തെങ്കിലും കാണിക്കും. പോ. ഇതെന്തോന്ന് എന്റെ കണ്ണിന് മുമ്പിൽ ഇഞ്ചി ഇട്ടാട്ടുന്നോ? അങ്ങനെയൊന്നുമല്ല. നീ ഇതിലോട്ട് നോക്ക്, അപ്പം നിനക്ക് ഉറക്കം വരും. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. ഞാൻ രാവിലെ 11 മണിക്ക് എണ്ണീറ്റ. എടാ ഇത് ആ ഉറക്കമല്ലെന്ന്, ഇത് ഹിപ്നോട്ടൈസിങ് ആണ്. നീ ഇതിലോട്ട് നോക്കുമ്പോൾ നീ ഉറക്കത്തിലോട്ട് ആണ്ട് വീഴും. എടാ ഒന്ന് വഴുതി വീണേക്കടാ. അവൻ എന്താന്ന് വെച്ചാൽ ചോദിക്കട്ടെ. ആ ഞാൻ വീഴാം. സുമേഷ് നീ ഉറങ്ങുകയാണ്. അവ ഉറങ്ങി. എന്തെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കടേ. നമുക്ക് നിന്റെ LP സ്കൂളിലേക്ക് പോകാം. നിന്റെ LP സ്കൂളിലേക്ക് നമുക്ക് പോകാം. പള്ളിയുടെ മുമ്പിൽ കൂടെ പോകണോ ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ കൂടെ പോകണോ? ഡേയ് നീ മറ്റേ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ തർക്കുത്തരം പറയല്ലേ കേട്ടാ. ആ കാര്യം നേരിട്ട് ചോദിക്കടാ. നീ LP സ്കൂളിൽ എന്തിനു പോണേ? അളിയ അത് ബാക്കിൽ നിന്ന് വന്നാലേ നമുക്ക് പിടിച്ച് ചോദിക്കാൻ പറ്റുള്ളൂ. സുമേഷ് നീ ഉറങ്ങിയ നിനക്ക് കേൾക്കാമോ? ഞാൻ കണ്ണടച്ചിട്ടുള്ള എനിക്ക് കേൾക്കാനൊക്കെ പറ്റും. ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാനൊന്നും അറിയത്തില്ല. അളി ഇങ്ങോട്ട് ഇരുന്നേ, ഞാൻ കാണിച്ചു തരാം. അളി ഇങ്ങോട്ട് ഇരി. സുമേഷേ, നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചേ? സൈക്കാട്രി സൈക്കോളജി അലക്കി കളിച്ച് കുടിച്ചിട്ടാണ് ഈ സുമേഷ് മാർക്കറ്റിങ്ങിന് ഇറങ്ങിയത്. ഷോ ഇവൻ ഇനി ഉണരുവോ? ഉണരുമെന്ന് നമുക്ക് നോക്കാം. സുമേഷേ, ചുമ്മാ നമുക്ക് റെഡിയാക്കി എടുക്കാം. അളിയാ ഓ നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയം എന്തോന്നറിയാമോ? അറിഞ്ഞൂടാ. ഏ അറിഞ്ഞൂടാ. മോഷണം. അത് വേണ്ട. അതെന്താ? അതെനിക്ക് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ്. ചുമ്മാ ഇല്ലേ, നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം. വേണ്ട. അളിയ ജീവിതത്തിൽ എത്ര വട്ടം മോടിച്ചിട്ടുണ്ട്? ഇല്ല, മനസ്സിൽ തങ്ങി നിൽക്കണവരെണ്ണം പറയളിയാ. തങ്ങി നിൽക്കുന്നത് സ്കൂളിലാണ്. ഞാൻ ഹൻസില പത്രോസിന്റെ ചോറ് കട്ട് തിന്നു. ഓ നീ അൻസില പത്രോസിനെയൊക്കെ വിട്. എന്റെ മൈസൂർ പാക്ക് എടുത്ത നീയാണോ? അത് പറ. മാടം കോവിൽ ദേവിയാണ്. അത് ഞാനല്ല. പിന്നെ അതെന്തോ ആവിയായി പോയാ? ഓ അത് ഈ പിള്ളേർ വല്ലതും എടുത്തു കാണുന്നേ. നിങ്ങൾ അതും ഇതും പറഞ്ഞു നിൽക്കാതെ അവൻ ഉണർത്താൻ നോക്ക്. ഞാൻ അതങ്ങ് മറന്നു. അളിയാ അളിയോ ഇതെന്താ കൂട്ടക്കോട്ടോ? ചുമ്മാ ഇരി. അളിയ അങ്ങനെ എണ്ണിക്കത്തില്ല. അളിയാ അളിയാ എണീക്കുന്നില്ലല്ലോടാ. എണ്ണിക്കോടി. മുത്തമണ്ണ ഒന്ന് കുട്ടി നോക്ക്. ശിവേട്ടാ, അളിയാ ശിവേട്ടാ. ഞാൻ എവിടെ? ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ വിചാരിച്ചു മരുമോനിന് ഉണരേയില്ലെന്ന്. അച്ഛമ്മേ എന്തിങ്ങനെ ചിരിക്കണേ? വെറുതെ ചിരിച്ചു. യവന്റെ സംസാരം കേട്ടങ്ങ് ചിരിച്ചു പോയി. എന്തോ ഒരു തരികിടയുണ്ടല്ലേ? ഒരു കള്ള ലക്ഷണം ഉണ്ട് മുഖത്ത്. ആ ഭക്ഷണം എടാ പോയി ഹിപ്നോട്ടൈസ് ചെയ്യടാ. ആ ചെയ്യളിയാ. ഹിപ്നോട്ടൈസ് ചെയ്യ്. ചുമ്മാ ചുമ്മാ കണ്ണടാ. കണ്ണടാ. ആ കളിക്കുന്നതാ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോ. കണ്ണ് നടച്ചേ. കണ്ണട ഇങ്ങനെ കണ്ണട മുറുക്കിയടാ. ഒന്നും മിണ്ടരുത്. അത് കൊള്ളാം. നീയേ യവനെ വളർത്താൻ തന്നെ കുറെ പാടുപെട്ടു. പിന്നെ എന്നെ ഉറക്കിയ ഞാൻ പിന്നെ തിരിച്ചു വരുമോ? നീ എന്തോന്നാ പറയുന്നത്? മൈസൂർ പാക്ക്. ഏ? മൈസൂർ പാക്ക്. മൈസൂർ പാക്ക് അതെന്തേലുണ്ട്. ഓ എന്ത്? എന്ത് വേണ്ട. മുത്തച്ഛി എല്ലാരും കൂടെ എന്നെ കള്ളനാക്കി മുതച്ച് മിണ്ടിയില്ല. അത് 2 ദിവസം കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു. സോനപാപ്പടി ഉണ്ട് ഇതിനകത്ത്. സോൻപാപ്പടി എപ്പോ എടുത്തു? സോൻപാപ്പടി എപ്പോ എടുത്തു? അതൊക്കെ എടുത്തത് തന്നെ. നോക്കണേ. എന്നാലും ഉടുപ്പിച്ച് വെച്ച് കളഞ്ഞല്ലേ? എവിടം വരെ പോകുമെന്ന് അറിയട്ടെ. എവിടെ വരെ പോകുന്ന അറിയില്ലെന്നല്ലേ? എന്റെ സസ്പെൻഷൻ നീട്ടി. എടി സോനാ പിപ്പിടി.